ഹലോ. അപ്പോൾ ഈവനിങ് ഏകദേശം ഒരു 6:15 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവുകയാണേ. വീടിൻ്റെ ഏകദേശം ഒരു 200-300 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഇവിടെ വള്ളിക്കുന്ന് എന്നൊരു ബീച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അത് മലപ്പുറം ജില്ലയാണ് കേട്ടോ. കടലുണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ കടലുണ്ടി ബേർഡ് സാങ്ച്വറി ഒക്കെ ഒത്തിരി ഫേമസ് ആണ്. ഈ പുറത്തുനിന്നും വിദേശത്തു നിന്നൊക്കെയുള്ള ബേർഡ്സ് ഇവിടെ ദേശാടന കിളികളൊക്കെ വരാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം അടുത്ത് തന്നെയാണ്. നമുക്കിതായി ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലുണ്ടിയും അതുപോലെ തന്നെ ബേപ്പൂർ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കാണാൻ പറ്റുമേ. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഞാനും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നൊക്കെ ഞങ്ങൾ ഈ ഇതുണ്ടല്ലോ, ഈ കരിങ്കല്ലുകൾ അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കും. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുറേ നേരം സൺസെറ്റ് ആ സമയത്താണ് മെയിനായിട്ട് വരിക. കുറേ നേരം ഇരിക്കാറുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞാനും അച്ഛനും അതുപോലെ ദീപപ്പളും വേണുവേട്ടനും പാടെയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാട് പിന്നെ നമുക്ക് കടലൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഈ കടലിനോടൊക്കെ ഭയങ്കര ആക്രാന്തം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ബീച്ചുണ്ടോ അങ്ങനത്തെ രീതിയിലായിരുന്നു എൻ്റെ നോട്ടം മെയിനായിട്ടും. പിന്നെ ഇവിടെ മാരേജൊക്കെ ഫിക്സ് ചെയ്ത സമയത്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് നമ്മളൊക്കെ ഒരു കടലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദിവസവും പോയിരിക്കണം, എവിടെ മാസത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്തൊക്കെയാണ് ഞാനും ഏട്ടനും പാടെ ഇവിടെ വന്നിരിക്കാറ്. പക്ഷേ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ഹോബി കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഹോബിയാണ് ഇതേപോലെ കണ്ണ് കണ്ട കക്കയും ശംഖും ഒക്കെ പറക്കുന്നത്. ഈ ശംഖിൻ്റെ മുകളിലുള്ള ഈ വരകൾ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് അറിയാൻ പറ്റത്രേ. എൻ്റെ കസിൻ പറഞ്ഞതെന്നാണ് ഇത്. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ജീവിയുണ്ട്. അപ്പം ഞാനതിനെ അവിടെ തന്നെ വിട്ടു, ജയിച്ചു പോട്ടെ. ഇതാ ഈ കാണുന്ന ശംഖ് അത് ഞാനെടുത്ത് നല്ലതായിരുന്നു. ഇതുപോലെ ശംഖിൻ്റെ ഉള്ളിലും കുറേ ഈ ജീവികളൊക്കെ ഉള്ളത് കിട്ടി, വലിയ ശംഖൊക്കെ കിട്ടി. ഞാനത് കളഞ്ഞു, അവിടെ തന്നെ വെച്ചിട്ട് വന്നു. പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കളക്ഷനിലേക്ക് എടുത്തു. പിന്നെ ഇവിടെ വൈകുന്നേരം ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഫുട്ബോളെല്ലാം കളിക്കുന്നുണ്ടായിരുന്നേ. ഇടയ്ക്ക് അപ്പുറത്ത് അത് ആ ഒരു സൈഡിലായിട്ട് ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട്, അവിടെ പിള്ളേർ കളിക്കാറെല്ലാം ഉണ്ട്. അതുപോലെ സൺസെറ്റിൻ്റെ സമയത്ത് തിരകൾക്ക് സ്പീഡ് കൂടും കേട്ടോ. ഗ്രാവിറ്റിയുടെ എന്തോ സംഭവമാണ്. കുഞ്ഞുങ്ങളുടെ തകൃതിയായിട്ട് അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളി കാണാനും അതുപോലെ തന്നെ വെറുതെ കടലിലെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നോമ്പ് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാരെല്ലാം വന്നിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ മെയിനായിട്ട് സൺഡേസിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവരും. ഈ കുട്ടികളുണ്ടല്ലോ, ഇവരെന്നോട് ഹായ് എന്നൊക്കെ പറഞ്ഞു. ഇവരെ വിചാരം ഞാനെന്തോ വലിയ വ്ളോഗറാണെന്ന്. ഞാനത് മാറ്റാനൊന്നുമില്ല, നല്ല കൊച്ചുങ്ങളാണേ. പിന്നെ ഈ ചേട്ടന്മാർ കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് നൈറ്റ് ഞാൻ പോകുന്നത് ഇങ്ങനെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന മീനി കുത്താൻ വേണ്ടി വന്നതാണ് ഈ പക്ഷി. കിട്ടിയോ ആവോ, താഴത്തൊക്കെ പറക്കുന്നൊക്കെ കണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കക്കയും ശംഖും എല്ലാം എടുത്ത് കിട്ടിയതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങ് പോണ വഴിക്ക് ഈ ഒരു വീട്ടിൽ പല ടൈപ്പ് ബോഗൻവില്ലാസ്. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഈ കാണുന്ന വീടല്ലേ നമ്മളെ അടുത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ശില്പി രാജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ്റെ വീടാണ്. ആ ഏട്ടൻ ഒരുപാട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറിത്തോട്ടമൊക്കെ നല്ല പച്ചക്കറികളൊക്കെ ഉണ്ട്. കുറേ പടവലങ്ങയൊക്കെ ഫ്രണ്ടിലിങ്ങനെ പന്തലിട്ടിട്ട് കണ്ടു. അപ്പോൾ ആ ചേട്ടൻ പോണ സമയത്ത് എനിക്കൊരു കിറ്റിൽ കുറച്ച് പടവലൊക്കെ ആക്കി തന്നിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്. ഇനി ഒരു ദിവസം കാണാവേ.